US യുദ്ധക്കപ്പൽ നടുക്കടലിൽ നിശ്ചലമായി. ഇൻഡോ പസഫിക് സമുദ്രമേഖലയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് മണിക്കൂറുകളോളം നടുക്കടലിൽ നിശ്ചലമായി. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ USS ഹിഗിൻസിനാണ് സാങ്കേതിക തടസ്സം നേരിട്ടത്. വൈദ്യുത സംവിധാനത്തിലുണ്ടായ തകരാർ മൂലം നിയന്ത്രണം നഷ്ടപ്പെട്ട് കടലിൽ കുടുങ്ങിയതായെന്നാണ് വിവരങ്ങൾ. കപ്പലിലെ ജീവനക്കാർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും 1999 കമ്മീഷൻ ചെയ്ത കപ്പലിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായും കമാൻഡർ മാത്യു കോമർ അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. കപ്പലിന്റെ എഞ്ചിൻ പ്രവർത്തനവും വാർത്താവിനിമയ സംവിധാനങ്ങളും പൂർണ്ണമായും നിലച്ചതോടെ ഏകദേശം 300ഓളം വരുന്ന നാവികർ മണിക്കൂറുകളോളം സുരക്ഷാ ഭീഷണിയിലായെന്നും പ്രതിരോധ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യുത സംവിധാനത്തിൽ ഉണ്ടായ തകരാറിനെ തുടർന്ന് കപ്പലിൽ പുകയും തീപ്പൊരിയും ഉണ്ടായെന്നും US 7ാം കപ്പൽപ്പടയുടെ വക്താവ് കമാൻഡർ മാത്യു കോമർ പ്രസ്താവനയിൽ അറിയിച്ചു. ഉടൻ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവായി. കപ്പലിലുണ്ടായിരുന്ന ആർക്കും പരിക്കുകൾ സംഭവിച്ചിട്ടില്ല. എങ്കിലും മണിക്കൂറുകളോളം കപ്പലിന്റെ ചലനശേഷിയും റഡാർ സംവിധാനങ്ങളും പ്രവർത്തനരഹിതമായത് അതീവ ഗൗരവകരമായ സാഹചര്യമാണെന്ന് നാവികസേനാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റഡാറുകളും പ്രതിരോധ സംവിധാനങ്ങളും നിലച്ചതോടെ കപ്പൽ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലായിരുന്നുവെന്ന് മുൻ US നേവി ക്യാപ്റ്റൻ കോൾ ഷസ്റ്റർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് അമേരിക്കൻ നാവികസേന അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല. ദിവസങ്ങൾക്ക് മുൻപ് നാവികസേനയുടെ കിരീടധാരണമായ USS ജെറാൾഡ് ആർ ഫോർഡ് $13 ബില്യൺ സൂപ്പർ കാരിയർ കപ്പലിൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. പ്രതിരോധ വൃത്തങ്ങൾ അത് ആശങ്കയുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഹിഗിൻസൺ ഇരുട്ടിലേക്ക് നീങ്ങുന്നതോടെ ഒരു അസ്വസ്ഥമായ മാതൃക രൂപപ്പെടാൻ തുടങ്ങിയിരുന്നു. 2 പ്രധാന US നാവിക യുദ്ധ കപ്പലുകൾ, 2 പ്രതിസന്ധികൾ ദിവസങ്ങൾ അകലെ. നാവികസേന ഒരു ഏകീകൃത വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ ഒപ്റ്റിക്സ് അവഗണിക്കാൻ കഴിയില്ല. USS ഹിഗിൻസ് സംഭവം ഉദ്യോഗസ്ഥർ എഞ്ചിനീയറിംഗ് കാഷ്വാലിറ്റി എന്ന് വിശേഷിപ്പിച്ചതിൽ നിന്നാണ് ആരംഭിച്ചത്. ഒരു ആന്തരിക സിസ്റ്റം പരാജയത്തിനുള്ള നാവികസേനയുടെ ക്ലിനിക്കൽ പദം. തീപ്പൊരിയോ പുകയോ കാരണം മുൻകരുതലുകൾ എന്ന നിലയിൽ കപ്പലിന്റെ മുഴുവൻ വൈദ്യുത ശൃംഖലയും അടച്ചുപൂട്ടാൻ ഓപ്പറേറ്റർമാരെ നിർബന്ധിതരാക്കിയതായി ആദ്യകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്ന് മണിക്കൂറുകളോളം പൂർണ്ണമായ അപകട സാധ്യതയുണ്ടായിരുന്നു. പ്രൊപ്പൽഷൻ ഓഫ്ലൈനിൽ. യുദ്ധ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായിരുന്നു. റഡാർ ഇരുണ്ടു. കപ്പൽ ചലനരഹിതമായും പ്രതിരോധമില്ലാതെയും ഇരുന്നു. അടിയന്തര ഡീസൽ ജനറേറ്ററുകളെ മാത്രം ആശ്രയിച്ചു. അവയ്ക്ക് അടിസ്ഥാന ജീവൻ നിലനിർത്താനും ആശയവിനിമയത്തിനും കഴിയും. പക്ഷേ ഏജിസ് യുദ്ധ സംവിധാനത്തിനോ ലംബ വിക്ഷേപണ ബാറ്ററികൾക്കോ 9000 ടൺ ഭാരമുള്ള യുദ്ധക്കപ്പലിനെ തുറന്ന സമുദ്രത്തിലൂടെ ചലിപ്പിക്കുന്ന എഞ്ചിനുകൾക്കോ പവർ നൽകാൻ കഴിയില്ല. 1999 കമ്മീഷൻ ചെയ്തും അമേരിക്കൻ ഉപരിതല നാവിക ശക്തിയുടെ ഒരു മൂലക്കല്ലായി കണക്കാക്കപ്പെടുന്നതുമായ ആർലി ബർഗ് ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറാണ് USS ഹിഗിൻസ്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ സംയോജിത ആയുധ പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഏജിസ് കോമ്പാറ്റ് സിസ്റ്റം ഈ കപ്പലുകളിലുണ്ട്. 100 കണക്കിന് വായുവിലൂടെയുള്ള ലക്ഷ്യങ്ങൾ ഒരേ സമയം ട്രാക്ക് ചെയ്യാനും ബാലിസ്റ്റിക് മിസൈലുകൾ പറക്കലിന്റെ മധ്യത്തിൽ ഇടപഴകാനും ഇതിന് കഴിവുണ്ട്. നാവിക പദങ്ങളിൽ അവ വെറും യുദ്ധക്കപ്പലുകൾ മാത്രമല്ല, ഫ്ലോട്ടിംഗ് കമാൻഡ് സെന്ററുകളുമാണ്. ഒരാൾ ഇരുട്ടാകുമ്പോൾ അത് വെറും ഒരു അറ്റകുറ്റപ്പണി പ്രശ്നമല്ല, അതൊരു തന്ത്രപരമായ സംഭവമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.